വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ 9th month സ്കാനിങ് ഡേ ആണ്, സ്കാനിങ് ആൻഡ് ചെക്കപ്പ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നറിയാം നമുക്ക് ആക്ച്വലി എന്നാണ് ഡെലിവറി ഡേറ്റ് എന്നുള്ളതൊക്കെ ഇന്നറിയാം. ഇന്ന് ഏതാ മന്ത്? ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് 29th ആണ്. സോ സെപ്റ്റംബർ 15th ശേഷം എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഒരു ചെറിയ ഇൻട്രപ്ഷൻ ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയി. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പാരൻസ് പുതുതായിട്ട് നർത്തകി ഡാൻസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് കോസ്റ്റ്യൂമിൻ്റെ റെൻ്റൽ ആൻഡ് സെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണ്, ആലപ്പാട് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടുത്തെ കുറച്ച് ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് വരാം കേട്ടോ. ഇനി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആൾക്കാരുടെ തോട്ടം എന്താണ് അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂവെങ്കിലും അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂം, ഓർണമെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ സെയിലിനുള്ള ഓർണമെൻറ്റ്സും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കളക്ഷനൊക്കെ നോക്കിയിരുന്നു. എല്ലാ കളക്ഷൻസ് എല്ലാം നല്ലതാണ്. സോ ഗ്രാജുവലി ഇനിയും ഒരുപാട് കളക്ഷൻസ് വരും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, തൃപ്രയാർ ടു ആലപ്പാട് ആ ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു മാലയും കൂടി എടുത്തിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ചെയിൻ കണ്ടിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എടുത്തിരുന്നു. ആൻഡ് എടുത്തതിന് ശേഷമാണ് ഞാനാണ് ഫസ്റ്റ് കസ്റ്റമർ എന്ന് അറിഞ്ഞത്. ഞാൻ വിചാരിച്ചു ആക്ച്വലി ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഞാനായിരുന്നു കേട്ടോ ഫസ്റ്റ് കസ്റ്റമർ. ആയത്തത് മേടിക്കണം, ആയത്ത കാശ് മേടിക്കണം. അങ്ങനെയല്ല ആയത്ത മേടിക്കണം, അതിൽ നോക്കാൻ പാടില്ല. ഇനി നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. നമ്മൾ പുള്ളു വഴിയാണ് പോകുന്നത്. സോ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കുന്നത്. മദറിൽ ഡോക്ടർ സപ്ന ശ്രീധറാണ് എൻ്റെ ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഇനി സ്കാനിങ് കഴിഞ്ഞിട്ട് ബാക്കി അപ്ഡേറ്റ്സ് പറയാം നമുക്ക്. ബൈ. നമ്മൾ അങ്ങനെ ഡോക്ടർക്കുള്ള ടോക്കണൊക്കെ എടുത്തിട്ട് നേരെ സ്കാനിങ് റൂമിലോട്ട് പോകാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫയൽ പോകുമല്ലോ. സോ സ്കാനിങ് ഇത്തിരി ലേറ്റ് ആയാലും ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ 2 o'clock വരെയാണുള്ളത്. സ്കാനിങ്ങിന് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി മുന്നേ ബുക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു 10 days മുന്നേ ബുക്ക് ചെയ്താലും 39-40 ഒക്കെയാണ് സ്കാനിങ്ങിന് കിട്ടാറ്. അങ്ങനെ അതിനിടയിൽ ചേട്ടൻ റിക്വസ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയി. സ്കാനിങ് റിക്വസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിക്വസ്റ്റ് വാങ്ങാനായിട്ട് പോയി. പിന്നെ ഞാൻ നേരെ സ്കാനിങ്ങിന് കയറുകയാണേ. അവിടെ സ്റ്റാഫിൻ്റെ തോന്നുന്നു സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ സൂം ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് ഇവിടുന്ന് ക്യാമറയിലൊന്നും വിസിബിൾ ആയിരുന്നില്ല കേട്ടോ. ഡാൻസ് പ്രോഗ്രാമും വടംവലിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും നമുക്ക് വിസിബിളായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനെടുക്കാം ഹോപ്പി ടിക്കറ്റ്. അങ്ങനെ നമ്മുടെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു. റിസൾട്ടൊക്കെ കിട്ടി. നമ്മൾ നേരെ ഡോക്ടറെ കാണാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ റൂമിലെത്തിയപ്പം ഡോക്ടർ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ഒരു കേസിലായിരുന്നു. സോ സിസ്റ്റർ എന്നെ വിളിച്ച് BP ആൻഡ് വെയിറ്റ് എല്ലാം നോക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കേസിലായതുകൊണ്ട് ഒരു 1/2 hour എടുക്കുമെന്നും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാം. ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഒരു 12:45-1 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയതായിട്ടൊരു ജ്യൂസ് കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ അവിടുത്തെ
ഇവിടുത്തെ ക്യാൻറ്റീനിലെ പഫ്സ് ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇപ്പോൾ സ്ഥിരമായിരിക്കണു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു പഫ്സും മാംഗോ ജ്യൂസും നിർബന്ധമായിരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യൂസ് എല്ലാം കുടിച്ച് തിരിച്ചെത്തിയപ്പോഴേക്കും ഡോക്ടർ വന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് കയറുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡോക്ടർ സപ്ന ശ്രീധർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ മാം. നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, എന്തും ചോദിക്കാം, എന്ത് ഡൗട്ടും ചോദിക്കാം. അതല്ല പെട്ടെന്ന് ഏതെങ്കിലും ദിവസം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതും മാമിന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മാം ഒരു 10 or 15 minutes തിരിച്ച് റിപ്ലൈ ചെയ്യും കേട്ടോ. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് മെസ്സേജ് ചെയ്ത് അർജൻറ്റ് ആണെങ്കിൽ ഒന്ന് കോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാം അപ്പം തന്നെ റിപ്ലൈ ചെയ്യും. അത്രയും തിരക്കിലാണെങ്കിൽ മാത്രമാണ് മോളെ ഐ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയാറുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിതാ മെഡിസിൻ വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. സ്കാനിങ്ങിലൊന്നും കുഴപ്പമൊന്നുമില്ല, എവറിത്തിങ് ഇസ് ഫൈൻ. എനിക്ക് നാളെ തൊട്ടിട്ട് 36 വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. 36 അല്ലേ, അല്ല 35 വീക്ക്, 35th വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെന്താണ്, നമ്മുടെ അടുത്ത് ഡോക്ടർ ഡേറ്റ്, എനിക്ക് ആക്ച്വലി എൻ്റെ ഡേറ്റ് വരുന്നത് October 4th പക്ഷേ 38th വീക്കിൽ അഡ്മിറ്റ് ചെയ്യണം എന്നാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 28th, അതായത് September 28th. അതുവരെ വേറെ ഇഷ്യൂസ് ഇല്ലെങ്കിൽ September 28th അഡ്മിറ്റ് ആവാം എന്നാണ് പറഞ്ഞത്. ബട്ട് September 15th കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും എന്നുള്ള രീതിക്കാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ഹോസ്പിറ്റൽ ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 വീക്സ് കഴിഞ്ഞാൽ ചെക്കപ്പ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് എന്താണ്, ഇനി എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ആക്ച്വലി ഇന്ന് August 29th, നാളെ 30th. നാളെയാണ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് 9th മന്തിൽ നമ്മളെ കാണാൻ വരുമല്ലോ. ആ കാണാൻ വരുന്ന ചടങ്ങ് നാളെയാണ് നമുക്ക്. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ്. പോണ വഴിക്ക് നമുക്കിനി ലഞ്ച് കഴിക്കണം, പിന്നെ എനിക്കൊന്ന് ബാങ്കിൽ കയറണം. പിന്നെ നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട്, നാളത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10-50 പേരുടെ ഉള്ളൊരു ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമുക്കൊരു അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതും വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. എന്നിട്ട് ചേട്ടനെന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ. ചേട്ടനെന്ന് വരേണ്ട ആവശ്യമുണ്ട്. സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ചേട്ടൻ ദാ മെഡിസിൻ വാങ്ങാനായിട്ട് നിൽക്കുക. നമ്മളിതാ ഇവിടെ മദർ ഹോസ്പിറ്റലിൽ തന്നെ, ഹോസ്പിറ്റലിൻ്റെ ഗേറ്റാണ് കേട്ടോ അത്. ഗേറ്റിൻ്റെ സൈഡിലുള്ള തന്നെ CM മെഡിക്കൽസ് ആണ് കേട്ടോ. CM മെഡിക്കൽസ് തന്നെയാണ് നമ്മൾ വാങ്ങിക്കാറ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ആക്ച്വലി ഇതേ മെഡിസിൻസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സൈഡിലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ മെഡിസിനും ഉണ്ടാവില്ല, സെയിം കമ്പനി ആവില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെയാണല്ലോ എഴുതുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്നാണോ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതുവരെയുള്ള മെഡിസിൻ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോവാറ്. പിന്നെ അതുപോലെ ഡോക്ടർ എനിക്കൊരു ചാർട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഫീറ്റൽ കിക്ക് ചാർട്ട് എന്നാണ്. നമ്മൾ ബേബിയുടെ മൂവ്മെൻറ്റ്സ് എന്താ പറയുക ഇതിൽ മാർക്ക് ചെയ്യണം. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം 1 hour നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്നിട്ട് വെയിലടിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുക. എന്നിട്ട് എപ്പോഴൊക്കെയാണോ ബേബി കിക്ക് ചെയ്യണേ അപ്പോഴൊക്കെ അതിൽ മാർക്ക് ചെയ്യുക, ടാലി മാർക്ക് ഇടുന്ന പോലെ മാർക്ക് ചെയ്യുക. ആൻഡ് ആ മൂവ്മെൻറ്റ് 5 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല മാക്സിമം എത്ര വേണമെങ്കിലും മൂവ്മെൻറ്റ് പോവാം, പക്ഷേ 5 താഴെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇറ്റ്സ് ബീൻ സോ മെനി ടൈം. ഓ മൈ ഗോഡ്, ഈ മെഡിക്കൽ ഷോപ്പിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്ക് ഇൻ ദ സെൻസ് നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെയാണ് എടുത്തു തരാം, പക്ഷേ ഭയങ്കര തിരക്കാണ്. നല്ല സമയം നമ്മൾ നിൽക്കണം. പിന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ ഇവിടുന്ന് കിട്ടില്ല. നമ്മൾ കഷ്ടപ്പെടണം. പല സ്ഥലത്തുനിന്നും വിളിച്ചു ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഇത്തിരി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് നിൽക്കണം. എന്തോരം നേരം എടുക്കണേ, സെയിം തന്നെയല്ലേ ഇതെന്താ മരുന്ന് സെയിം തന്നെയല്ലേ? ടീച്ചേഴ്സ് 2 ആഴ്ചയ്ക്ക് 2 നേരം ഉണ്ടല്ലോ അല്ലേ? നമ്മൾ പോകുന്നത് ബ്ലോക്കിലാണ് ഗൈസ്. ഒരു വണ്ടി പോലും നീങ്ങണില്ല. ചേട്ടൻ ബ്ലോക്കിനെ കുറിച്ച് എന്താ പറയാറ്? ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല കളറല്ലേ? നമ്മളങ്ങനെ തിരിച്ചിന് ഏത് വഴിയാ പോവാ ചേട്ടൻ? ഇതിപ്പോ എൻജോയ് ഫെസ്റ്റേഴ്സിന്റെ വഴി അല്ല. ഇതിനെ എങ്ങനെയാ ആനയെ കൊണ്ടുവരാ? ഇത് കൂടെ കിടക്കുവാനാ?
നടക്കണ വഴികളുണ്ടാവില്ല ഇപ്പൊ പുറത്തേക്ക്. ആന ചികിത്സാ കേന്ദ്രം ആദ്യമായിട്ടാ ശ്രദ്ധിക്കണം അല്ലേ. ഞാനും സത്യം നമ്മളങ്ങനെ തിരുവമ്പാടിയുടെ അവിടെ എത്തി. അങ്ങനെ വരുന്ന വഴി നമ്മൾ തിരൂരെത്തിയപ്പോൾ ഉച്ചയൂണെന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് ആൻറ്റിമാർ കൂടി നടത്തുന്നതാ. അപ്പോൾ അവിടെ കണ്ടപ്പം അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് കറികളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ഊണാണേ, പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഉള്ള കറികളൊക്കെ. ഞാനപ്പോൾ ഓംലെറ്റും ചേട്ടൻ ഫിഷും സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അത്താണി എത്തിയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിരുന്നു കേട്ടോ. അവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പം ഫ്രൂട്ട്സ് വാങ്ങി. ഇനി നേരെ നമ്മൾ പോകുന്നത് എരുമപ്പെട്ടിയാണ്, ബാങ്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ കയറുന്നുള്ളൂ, ബിക്കോസ് എനിക്ക് എൻ്റെ എന്തോ സൈനിന് വേണ്ടിയിട്ടായിരുന്നു അവർ വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മാത്രം കയറി സൈനൊക്കെ ചെയ്ത്. പിന്നെ താഴെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നുള്ളത്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലും കയറി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇതാ നേരെ തിച്ചൂർ സെൻറ്റർ എത്തി. സോ ഈ ഭാഗത്തൊക്കെ നല്ല റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം റോഡൊക്കെ പൊളിച്ച്, നമ്മുടെ ഇവിടെ ഇല്ലയെന്നുള്ളൂ, കുറച്ച് മുന്നേയും അതിന് ശേഷം അത്യാവശ്യം പൊളിച്ചിട്ടിരിക്കുകയാണ് റോഡൊക്കെ. അങ്ങനെ നമ്മളിതാ നമ്മുടെ അമ്പലം എത്താറായി. അമ്പലമൊക്കെ എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല കേട്ടോ. നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജിക് ആ ഒരു സ്പേസ് ആണല്ലോ. ആൻഡ് നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ അമ്മ മാത്രമേ തന്നെയാണ് ഉള്ളൂ. ഈവനിങ് ആകുമ്പോൾ അമ്മമ്മ വരും. നാളെയാണ് മേമ്മമാരൊക്കെ വരണത്, ബാക്കി എല്ലാവരും വരണേ. പിന്നെ വീട്ടിലിപ്പം മഴ പെയ്തിട്ട് മതിലൊക്കെ അത്യാവശ്യം നല്ല പച്ചയായിട്ടാണ് കിടക്കണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു ഞാനും ചേട്ടനും. പിന്നെ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ആൻഡ് അമ്മയുടെ വക ചേട്ടൻ ഓണക്കോടി എടുക്കാനായിട്ട് അമ്മ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ വേഗം ഇറങ്ങാൻ നിന്നു കേട്ടോ. ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. നമ്മൾ ഓൾറെഡി ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത് കൊണ്ട് ചേട്ടൻ അർജൻറ്റായിട്ട് പോകേണ്ടതുകൊണ്ട് വേഗം ഇറങ്ങുകയാണേ. ബൈ ബൈ, നാളെ വരില്ലേ? ഉള്ളതുകൊണ്ട് ആളെ എവിടേക്ക് അടിച്ചിട്ടുണ്ട്. ടാറ്റാ. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചാൽ ലഗേജാണ് കേട്ടോ. പിന്നെ വീട് മൊത്തം അത്യാവശ്യം അലങ്കോലമായി കിടക്കുകയാണ്, അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട്. നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ബാഗൊക്കെ ഇറക്കി വെച്ചു. ചേട്ടൻ പെട്ടെന്ന് തന്നെ പോയിട്ടോ. ചേട്ടൻ അവിടെ അർജന്റായിട്ട് എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ.